9-ാം തീയതി എൻ്റെ വിവാഹമായിരുന്നു. സെക്കൻഡ് മാരേജ് ആയിരുന്നു. എൻ്റെ മക്കളായിട്ടാണ് കല്യാണം നടത്തി തന്നത്. അപ്പോൾ അതിന് 2 ദിവസം കല്യാണത്തിൻ്റെ വീഡിയോ വൈറലായി. അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് വന്നു. ഇതേപോലത്തെ ഒരു ആൾ 2 ലക്ഷം രൂപ എൻ്റെ അടുത്ത് ചോദിച്ചു, അല്ലെങ്കിൽ കുറച്ച് വോയിസ് പുറത്ത് വിടുമെന്ന് പറഞ്ഞു. അപ്പോൾ അതെൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു എന്താ വേണമെന്ന് ചോദിച്ചോ. പറഞ്ഞു അത് നീ പൈസ കൊടുക്കണ്ട, തെറ്റ് ചെയ്യാതെ നമ്മൾ പൈസ കൊടുക്കണ്ട, ചിലപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോൾ അടുത്ത യൂട്യൂബർമാർ അതിൻ്റെ ഇരട്ടി ചോദിച്ചാൽ നമ്മൾ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കൊടുക്കാതെ വന്നപ്പോഴത്തേന് അതിൻ്റെ വോയിസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. 3 മാസം നിങ്ങൾ പ്രശ്നമാവും, നിങ്ങൾ ഏറിപ്പോവും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സാധാരണ ജീവിതത്തിലോട്ട് നയിക്കാമെന്നൊക്കെ പറഞ്ഞു. ബഹളമാണെന്ന് പറഞ്ഞു. എല്ലാം കള്ളത്തരമായിരുന്നു. പക്ഷെ ആരും ഇവിടെ വന്ന് അമ്മമാരോട് ഇവിടെ എന്തുവാ നടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ എന്നൊന്നും ഒരു മനുഷ്യർ പോലും ഇവിടെ വന്ന് അന്വേഷിച്ചില്ല. നമസ്കാരം, ഞാൻ ശ്രീലക്ഷ്മി. ഇതെൻ്റെ ഹസ്ബൻഡ് രാകേഷ്. ഇത് ഞങ്ങളുടെ മോളാണ്, ഭാർഗവി ശ്രീ രാകേഷ്. ഇന്ന് കുഞ്ഞിൻ്റെ 1ാം പിറന്നാളാണ്. ഇവിടെ വരാനും ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാനും സാധിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെ എൻ്റെ മോടെ ഒരു കാര്യം വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചുകൊണ്ട് സംസാരിച്ചു. ആ സമയത്താണ് ഇപ്പോൾ പറഞ്ഞവരോട് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. എന്നിട്ട് ഞങ്ങൾ അതിൽ തന്നെ മാറാതെ ഇതിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിന്നു. എൻ്റെ പേര് ആശാപുരപ്പുറത്തുറ, ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് എഞ്ചിനീയേഴ്സ് ഫോറം സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്. ഇവിടെ കാണാൻ കഴിഞ്ഞത് ജീവമാതയ്ക്ക് 36 അമ്മമാരുണ്ട്. ആ 36 അമ്മമാരുടെയും സന്തോഷവും അതുപോലെ അവരുടെ ആനന്ദവുമാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് പണമുണ്ടാക്കാനുള്ള ഒരു ടൂളാണ് എന്ന് ധരിക്കുന്ന ഒരുപാട് നവമാധ്യമപ്രവർത്തകരുണ്ട്. മുഖ്യധാര മാധ്യമപ്രവർത്തകരിലും അത്തരമൊരു സംഘമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതല്ല മാധ്യമപ്രവർത്തനം എന്ന തിരിച്ചറിവുള്ളത് കൊണ്ടാണ് മലനാട് TV ഈ നാടോടുമ്പോൾ നടുവേ ഓടാതെ തിരിഞ്ഞോടിയത്. ജീവകാരുണ്യ വാർത്താ ചാനൽ എന്ന പേരിൽ ഓടിയത്. മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ജീവകാരുണ്യത്തിന് വേണ്ടി, പ്രവാസി ക്ഷേമത്തിന് വേണ്ടി, പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സമൂഹമാണ് മലനാട് TVയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാധ്യമപ്രവർത്തനത്തിൻ്റെ പേരിൽ അധമപ്രവർത്തനം നടത്തുന്നവർക്കും ഞങ്ങൾ എതിരാളികളാണ്. ഈ പറയുന്ന ജീവമാതയുടെ പ്രവർത്തനത്തിന് പൊള്ളലേൽപ്പിച്ച വിവരങ്ങളാണ് ഇനി നിങ്ങൾ കേൾക്കാനുള്ളത്. You are watching India's first NGO television.